സാമൂഹിക പ്രവർത്തകനായ ആൽബിൻ മാത്യുവിനെതിരെ ഇപ്പോൾ ഒരു ലൈംഗിക അധിക്ഷേപ പരാതി വന്നിട്ടുണ്ട്. ആൽബിന്റെ ആലപ്പുഴ പുന്നപ്പുറയിലുള്ള ശാന്തിഭവൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് പരാതിക്കാരി. ലൈംഗിക ചേഷ്ടയോടെ ആൽബിൻ മാത്യു അപമാനിച്ചതായാണ് പരാതിക്കാരി പറയുന്നത്. തന്നെ സ്പർശിക്കാൻ ശ്രമിച്ചതായും അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ആൽബിൻ മാത്യു തന്നോട് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതേപ്പറ്റി അവിടുത്തെ മാനേജറോട് പരാതിപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തതെന്നും യുവതി പറയുന്നു. നേരത്തെ ഒരു ഗുണ്ടയായിരുന്ന ആൽബിൻ മാത്യു പിന്നീട് ആത്മീയ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് തിരിയുകയായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപായിരുന്നു ആലപ്പുഴ കഞ്ഞപ്പാടം സ്വദേശിയായ യുവതി ആൽബിന്റെ ശാന്തി ഭവനിൽ ജോലിക്കായി എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആൽബിൻ മാത്യു നിരവധി തവണ ലൈംഗിക ചേഷ്ടയോടെ സംസാരിച്ചതായാണ് യുവതി പറയുന്നത്. ഇതേപ്പറ്റി മാനേജറോട് പറഞ്ഞപ്പോൾ പരാതിപ്പെട്ടപ്പോൾ തനിക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്. ആൽബിൻ മാത്യു മോശമായി പെരുമാറിയതിന്റെ വീഡിയോ തന്റെ കൈവശമുണ്ട്. പോലീസിൽ പരാതിപ്പെടാതിരിക്കാൻ ആൽബിൻ മാത്യു 1 ലക്ഷത്തോളം രൂപ തനിക്ക് വാഗ്ദാനം ചെയ്തതായും യുവതി ആരോപിക്കുന്നു. യുവതിയുടെ പരാതിയിൽ പുന്നപ്പുറ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 കൊലപാതക കേസുകൾ അടക്കം പ്രതിയായിരുന്നു ആൽബിൻ മാത്യു. ഇറച്ചി ആൽബിൻ എന്നായിരുന്നു ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ജയിലിൽ കഴിയുന്നതിനിടെ ഒരു നറുക്കെടുപ്പിലൂടെയായിരുന്നു ഇയാൾക്ക് മോചനം ലഭിക്കുന്നത്. ജയിൽ മോചിതനായ ശേഷം ആൽബിൻ മാത്യു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ആൽബിൻ മാത്യുവിന്റെ സ്ഥാപനത്തിന് പുറത്തുനിന്ന് വലിയ അളവിൽ ഫണ്ടുകൾ ലഭിക്കുന്നതായും നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ലൈംഗിക അധിക്ഷേപ പരാതിയും ഉയർന്നിരിക്കുന്നത്. തന്റെ അപ്പന്റെ മരണത്തിനും അനിയന്റെ മരണത്തിനും പകരം വീട്ടാൻ വേണ്ടിയാണ് ഒരു കത്തി പണിയിച്ച് താൻ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങിയതെന്ന് ആൽബിൻ പറഞ്ഞിരുന്നു. അക്കാലത്ത് ആൽബിൻ ഷാപ്പിൽ കയറിയാൽ ആരും അങ്ങോട്ട് കയറില്ലെന്നും രാത്രി ഇയാളെ പേടിച്ച് സെക്കൻഡ് ഷോയ്ക്ക് സിനിമ കാണാൻ പോകാറില്ലെന്നുമൊക്കെയാണ് ആ നാട്ടുകാർ പറയുന്നത്. താൻ ഇറച്ചി ആൽബിൻ എന്ന പേരിൽ അറിയപ്പെട്ട കഥയും ആൽബിൻ തന്നെ പല അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എതിരാളികളുടെ രക്തം കുടിച്ചിരുന്ന കാര്യവും ഇറച്ചി ആൽബിൻ എന്ന പേര് വരാനുള്ള കാരണവും ഇദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു. തന്റെ ഇറച്ചി വെട്ടുന്ന കടയിൽ നിൽക്കുമ്പോൾ 1 കിലോ ഇറച്ചി ചോദിച്ചു വന്ന SI കരുണാകരനെ ആൽബിൻ അത് കൊടുത്തില്ല. തർക്കം മൂത്ത് വഴക്കായി. ആൽബിൻ അദ്ദേഹത്തെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടി. അങ്ങനെ 28 വെട്ടുവെട്ടി ആ വടിവാളം കൊണ്ട് നേരെ ചാരായ ഷാപ്പിൽ പോയി. ചോരയിൽ മുങ്ങിയ വടിവാൾ ചാരായം കൊണ്ട് കഴുകി അത് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് DYSPയുടെ മുന്നിൽ പോയി കീഴടങ്ങുകയും ചെയ്തു. അതിനുശേഷം നാട്ടിലെ കൃതാവ് പൊടിയൻ എന്ന വലിയൊരു ചട്ടമ്പിയുമായി ഷാപ്പിൽ വെച്ച് ആൽബിൻ ഏറ്റുമുട്ടുന്നു. 2-ൽ ഒരാൾ ആ നാട്ടിൽ മതിയെന്ന് കരുതി ആൽബിൻ അയാളെ കുത്തിക്കൊല്ലുന്നു. ആ കത്തിയും കള്ളിൽ കഴുകി ഇയാൾ കുടിച്ചു. അതോടെയാണ് ഇറച്ചി ആൽബിൻ എന്ന പേര് സ്ഥിരമാകുന്നത്. ഈ പൊടിയൻ കൊലക്കേസിൽ ജാമ്യം കിട്ടി വന്നപ്പോൾ നാട്ടുകാർ തല്ലി ചതച്ചിട്ടിരുന്ന ആൽബിൻ ഭാഗ്യം കൊണ്ടാണ് മരിക്കാതെ രക്ഷപ്പെട്ടതെന്നും പറയുന്നു. അന്ന് മരണം കാത്തു കിടന്ന ആൽബിനെ ഒരു കന്യാസ്ത്രീ സംഘമാണ് പ്രാർത്ഥനയിലൂടെ ആശ്വസിപ്പിച്ചത്. അന്ന് താൻ ആദ്യമായി കരഞ്ഞു എന്നും ആൽബിൻ പറയുന്നു. അങ്ങനെ മനസ്സ് മാറിയ മാത്യു ആൽബിൻ പിന്നീട് വിവിധ കൊലക്കേസുകളിൽ ജയിലിൽ കിടക്കും. ഒടുവിൽ ആൽബിൻ 1997 ജനുവരി 26-ന് ഒരു റിപ്പബ്ലിക് ദിനത്തിലാണ് തടവ് ശിക്ഷ കഴിഞ്ഞ് ജയിൽ മോചിതനാകുന്നത്. തടവറയിൽ വെച്ചതിന് ഇയാൾ ചെയ്ത തെറ്റുകൾക്ക് മാനസാന്തരപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ അദ്ദേഹം ജനുവരി 30-നാണ് പുന്നപ്ര വിയാനി കടലോരത്ത് അലഞ്ഞു തിരിഞ്ഞ ഒരു മനോരോഗിയുമായി ശാന്തി ഭവന് തുടക്കമിട്ടത്. ആ സമയത്ത് ഏറെ അവഹേളനവും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറി 25 വർഷം കഴിയുമ്പോൾ 200-ൽ അധികം അന്തേവാസികളും അവിടെ ഉണ്ടായിരുന്നു. ഏറെ നാൾ ദൈവത്തെ മറന്ന് ജീവിച്ച നിരവധി ആളുകളുടെ കുടുംബം തകർത്ത ആൽബിൻ പിന്നീട് ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ കേസിന്റെ വിശദാംശങ്ങളോ നിജസ്ഥിതിയോ മുഴുവനായും പുറത്തു വന്നിട്ടില്ല. ആൽബിൻ എന്ന ഇറച്ചി ആൽബിൻ പൂർണ്ണമായും വിശുദ്ധനായി മാറിയോ എന്നതും അറിയില്ല. പക്ഷേ പഴയൊരു സുരേഷ് ഗോപി സിനിമയിലെ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത് ഒരു ലോക സത്യം കൂടിയാണ്. എ സെയിന്റ് ക്യാൻ ബി എ റാസ്കൽ ബട്ട് എ റാസ്കൽ ക്യാൻ നെവർ ബി എ സെയിന്റ്. ഒരു സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷേ തെമ്മാടിക്ക് ഒരിക്കലും ഒരു സന്യാസിയാകാൻ കഴിയില്ല.